അർജുനും മനാഫ്കയും ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഒരുപാട് വീഡിയോസ് കണ്ട് ഭയങ്കര വിഷമം തോന്നി. എല്ലാം കഴിഞ്ഞ് അവസാനമായപ്പോ പെട്ടെന്നൊരു മറച്ചില്. പക്ഷെ എന്തുകൊണ്ട് ഈ ഫാമിലി ഇങ്ങനെ സംസാരിക്കുന്നു? അർജുനെ കാണാതെ അന്നു മുതൽ ഈ 72 ദിവസം വരെ മനാഫ്ക അവിടെ തന്നെ ഉണ്ട്. മനാഫ്ക എന്തിനു വേണ്ടിയിട്ട് അവിടെ നിന്നത്? ഈ സമയത്ത് 72 ദിവസം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്തും മനാഫ്ക പറയുന്ന വാക്കുകൾ, അർജുന്റെ വണ്ടി ഇതാ ഇന്ന ഭാഗത്തുണ്ട്, അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോവില്ല, അത്രയും കോൺഫിഡൻസോട് കൂടി അയാൾ പറയണമെങ്കിൽ അർജുനും അയാളും തമ്മിലുള്ള ഒരു ബന്ധം അത്രയാണ്. അത് ഈ ഫാമിലിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ വിഷമമുള്ള ആളുകൾ ചെയ്യണ്ട. ഇനി ഞങ്ങൾക്ക് ഇത് സംസാരിക്കാനൊന്നുമില്ല, ഞങ്ങൾക്ക് ജോലിന്റെ അല്ല ഇപ്പൊ ആവശ്യം, ഞങ്ങൾക്ക് പണമല്ല ഇപ്പൊ ആവശ്യം, ഞങ്ങൾക്ക് അർജുനെ കണ്ടു കിട്ടണം, അതാണ് ഞങ്ങൾ ആവശ്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ഭാഗത്തേക്കും നീങ്ങുന്നുള്ളൂ, ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുള്ളൂ, ഞങ്ങൾ അർജുനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരാരെങ്കിലും സംസാരിച്ചിരുന്നു? മെയിനായിട്ടുള്ള ഒരാളായിരിക്കും വീടിന്റെ ആശ്രയം. അയാൾ അങ്ങോട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കൂളിയന്മാര് വന്നൊരു മെയിനാകലുണ്ട്. ചില സ്ഥലത്ത് കേട്ടോ, എല്ലായിടത്തിലും ഇല്ല, ചില സ്ഥലത്ത് കൂളിയന്മാരെ കളി ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. അർജുന്റെ പേര് ലോറിക്കിടുന്നു. മനാഫ്ക ലോറിക്കിട്ടോടെ നിങ്ങൾക്ക് എന്താ വിഷയം? അല്ലെങ്കിൽ ഈ മരിച്ചുപോയ അർജുൻ മാത്രമാണോ അർജുൻ എന്ന പേരുള്ള ആള്? എല്ലാ വിഷയങ്ങളും അയാള് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ തുറന്ന് പറയാം, ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ എഴുതി വായിക്കുക, മറ്റുള്ളവർ പറഞ്ഞത് പറയുക, അങ്ങനെയൊന്നല്ല. അന്നും ഇന്നും ഇപ്പോഴും സംസാരിച്ചുകൊണ്ട് ഒരേ സ്റ്റൈലിൽ ഒരേ രീതിയിലാണ്. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാൽ മുതലാളിയാവും, അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരൂല. അത് അവന്റെ മിടുക്കായിരിക്കും, അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. തൊഴിലാളിക്ക് എന്താ സംഭവിച്ച, മുതലാളിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട് തൊഴിലാളിക്ക് കൊടുക്കണം എന്നുള്ള നിയമമൊന്നും എവിടെ ഇല്ല. അർജുനെ കിട്ടിയിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞത്. ആ ആത്മാർത്ഥതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ആത്മാർത്ഥത നമ്മൾ മനസ്സിലാക്കി, പക്ഷെ അവര് മനസ്സിലാക്കിയില്ല. ഫണ്ട് പിരിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താ? മനാഫ്കാന്റെ പേരിൽ ആർക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം. അയാൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് അതിലിടും. യൂട്യൂബിന് പറ്റാത്ത കണ്ടന്റ് ആണെങ്കിൽ അവരെന്നെ അത് ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആക്കും. വിഷമം കൊണ്ടായിരിക്കും എന്റെ 4ാമത്തെ കുട്ടി ആയിട്ട് ഞാൻ വളർത്തുന്നു പറഞ്ഞത്. അയാളൊരു മനസ്സിന്റെ ഉള്ളിനോണ്ടുള്ള തട്ടിയിട്ടുള്ള സംസാരമാണ്, അല്ലാതെ ഇയാൾക്ക് വേറെ അവിടെ പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല. നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവരെ ഓരോരോ സംസാരവും കാര്യങ്ങളൊക്കെ. തൊടുമില്ല തൊടിക്കില്ലാത്ത ടൈപ്പ് സ്വഭാവമുള്ള ആളുകളാണ് അവരെ. തിന്നില്ല തിരിക്കില്ല, അങ്ങനത്തെ ടൈപ്പ് ആളുകളാണ്. ലാസ്റ്റായിട്ട് ഒരു കാര്യം പറയാൻ വിചാരിച്ചു. നമ്മളും ഇതേപോലെ തന്നെ ജോലി ചെയ്യുന്ന, പല രീതിയിലും ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മളൊക്കെ പുറത്തു പോകുന്ന ആളുകളാണ്. ഇവരമ്മ പറഞ്ഞു ഞാനും എന്റെ മോനും മരുമോളും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അത് എല്ലാ വീട്ടിലും പറയുന്ന കേസ് തന്നെ. പല വീട്ടുകളും പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പക്ഷെ ഒരു മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ സീക്രട്ടും ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ആരൊക്കെയാണ്? ഭാര്യ, അനിയത്തി, അമ്മ, ഇവരോട് തുറന്നു പറയാൻ പറ്റിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പുറത്തു പോകുന്ന ആളുകളാണ്. നമ്മൾ പല ജോലിക്ക്, പല ഏരിയയിലും, പല ആവശ്യത്തിനും പോകുന്ന, പല വിഷയങ്ങളും നമ്മൾ വന്നു കയറും, പല വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കും, പലയിലും നമ്മൾ എൻജോയ് ചെയ്യാനും പല ആവശ്യത്തിന് നമ്മൾ പോകും. ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാം വീട്ടിൽ നിന്ന് വിളമ്പാൻ കഴിയില്ല. അതിന് നമുക്ക് ഏറ്റവും നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ, ചിലപ്പോൾ നമ്മളെ ബോസ് ആയിരിക്കും, പലവരും ആയിരിക്കും. ഫ്രണ്ട്ഷിപ്പ് എവിടുന്നാ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ബന്ധം ഇതിൻ്റെ ഉള്ളിൽ മനാഫ്കയും അർജുനും തമ്മിൽ ഉള്ളത് കൊണ്ടായിരിക്കും മനാഫ്ക ഇത്രയും വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ അവിടെ നിന്നത്. ഇവര് പറയുന്ന ബന്ധങ്ങളല്ല ആ ബന്ധം. ഇപ്പം തോന്നുന്നുണ്ടാവും അന്ന് എനിക്ക് ഇങ്ങോട്ട് പോന്നാൻ മതി നിന്റെ ബാക്കിയുള്ളവര് വിളിച്ചപ്പോ, വെറുതെ ഞാനവിടെ കെട്ടിത്തീനി ഇപ്പൊ വല്ല വർത്താനം കേൾക്കാൻ ഇടയായി. ഇതാണ് അവസ്ഥ. ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെടും.